ഗൈസ്, എല്ലാവർക്കും സുഖല്ലേ? ഇന്നത്തെ സ്പെഷ്യൽ കല്യാണ വീടുകളിൽ കിട്ടണ ചേന ഉപ്പേരിയാണ് കേട്ടാ നമ്മൾ റെഡിയാക്കാൻ പോണത്. 1/2 കിലോ ചേന എടുത്ത് കഴുകി ചെറുതായിട്ട് മുറിച്ച് വെച്ചേക്കുന്നതാണ്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്, 1 ടീസ്പൂൺ എണ്ണ. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് 3/4 ഭാഗം വേവിച്ചെടുക്കണം. നമുക്ക് കുറേശ്ശെ വേവാൻ തുടങ്ങുമ്പോൾ ഉപ്പ് ചേർത്താൽ മതി. ചേന വേവുമ്പോഴേക്ക് 2-3 സാധനം നമുക്ക് പൊടിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. ഫസ്റ്റ് നമുക്ക് ഇത് ചതച്ചെടുത്തിട്ട് വരാം. ചതച്ചെടുത്ത ജീരകം കുരുമുളകിലേക്ക് 10 വെളുത്തുള്ളി, ചെറിയ കഷ്ണം പുളി ചേർക്കുന്നുണ്ട്. ഇതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ചേന കുറേശ്ശെ വേവാൻ തുടങ്ങിയിട്ടാ ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് വെന്തോട്ടെ. 3/4 ഭാഗം വെന്തുണ്ട് കേട്ടാ, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ വെള്ളത്തിന് ചേന ഊറ്റിയെടുക്കാം. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെള്ളം ഊറ്റിയ ചേന പാത്രത്തിലേക്ക് തന്നെ തിരിച്ചിടുന്നുണ്ട്. 1/2 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി, കുരുമുളക്, ജീരകം അത് ചേർക്കുന്നുണ്ട്. ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ചേന വേവിച്ചേക്കണേ. എന്നാലും ഇപ്പോൾ കുറച്ചും കൂടി ഉപ്പ് ചേർക്കാം, ഉപ്പ് കുറച്ച് കുറവുണ്ട്. എല്ലാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ചേന റെഡിയാക്കി എടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1 പച്ചമുളകും കുറച്ച് വേപ്പിലയും ചേർക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ചേന ചേർത്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം മീഡിയത്തിലും സിമ്മിലും വെച്ച് നല്ലോണം ഒന്ന് മൊരിപ്പിച്ചെടുക്കാം. ചേന നല്ലോണം മൊരിഞ്ഞു തുടങ്ങിയിട്ടാൽ ഈ സമയത്ത് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് സവോള ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ. സവോള നല്ല സോഫ്റ്റ് ആയിട്ട്, സവോള സോഫ്റ്റ് ആയതിന് തന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്ര മൊരിഞ്ഞാൽ മതി, ഒരുപാട് മൊരിയിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ടും വെറൈറ്റി ടേസ്റ്റിൽ റെഡിയാക്കാൻ പറ്റണ ഒരു ചേന ഉപ്പേരിയാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. See you. Bye.